ഹായ് ഗൈസ്, അങ്ങനെ ഡേ 6 വർക്കൗട്ട് കഴിഞ്ഞു ഗൈസ്. ഞാൻ വർക്കൗട്ട് കാണിക്കാത്ത കാര്യം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. കുറച്ച് സംസാരിച്ച് വർക്കൗട്ടും സംസാരവും എല്ലാം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോ ലോങ് ആയിപ്പോവും. വർക്കൗട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് ഞാൻ ചെയ്തത് 3 സെറ്റ് പുഷപ്സ്, 3 സെറ്റ് സ്ക്വാട്ട്സ്, പിന്നെ 2 ആപ്സിൻ്റെ 2 സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അത് 3 സെറ്റ് പുഷപ്പും സ്ക്വാട്ടും കഴിഞ്ഞ് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 2 സെറ്റ് ആപ്സേ പോയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേസിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവും. ഒന്നുമില്ല, ഈ വർക്കൗട്ട് മാത്രം, നമ്മുടെ ഈ കാലസ്തനിക്സ് വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണെന്നെങ്കിൽ നിങ്ങൾ 3 സെറ്റ് വെച്ച് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പുഷപ്സും സ്ക്വാട്ട്സും പിന്നെ ആപ്സിൻ്റെ വർക്കൗട്ടും 3 സെറ്റ് വെച്ച് ചെയ്യുക. കൗണ്ട് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു മിനിമം ഒരു 10 to 20 എങ്കിലും വെക്കുന്നതാണ് നല്ലത് കൗണ്ട്. പിന്നെ അത്രയും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം ചെയ്യുക. 3 സെറ്റ് വെച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മസ്റ്റായിട്ടും ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ മസ്റ്റായിട്ടും ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. അതായത് നമുക്ക് ബോഡി റിക്കവറി വേണമെങ്കിൽ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ നന്നായിട്ട് പോകണം. അപ്പോൾ പ്രോട്ടീൻ മാത്രമല്ല, എല്ലാം വേണം. കാർബ്, ഫൈബർ എല്ലാം വേണം. പ്രോട്ടീൻ ഇസ് എ മസ്റ്റ്. പ്രോട്ടീൻ പ്രോപ്പറായിട്ട് എടുക്കുക. മുട്ടയുടെ വെള്ള, അങ്ങനെയുള്ള കടല, എന്താണെങ്കിലും പ്രോട്ടീൻ വരുന്ന എല്ലാ ഫുഡും നന്നായിട്ട് കഴിക്കുക. നല്ല പ്രോട്ടീൻ ഉള്ളിലോട്ട് പോകണം. നിങ്ങളിതിങ്ങനെ വർക്കൗട്ട് ചെയ്യാതിരുന്നിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവർക്കും അല്ലാതെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തളർന്നു പോകും. അപ്പം ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. വർക്കൗട്ടും വെയിറ്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കൈയൊക്കെ ഇത്തിരി കടുത്ത് ഇരിക്കുകയാണ്, പിടിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, എനിക്ക് ബ്രെത്ത് ഔട്ടും ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയും പറയാനാണ് വന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. സ്ലീപ്പ് ഇസ് എ മസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കൃത്യമായിട്ട് ഉറങ്ങുക. പ്രോപ്പർ സ്ലീപ്പ് വേണം. മിനിമം 6 to 8 hours നന്നായിട്ട് ഉറങ്ങണം. പിന്നെ നല്ല ഫുഡ് കഴിക്കണം. ഓക്കെ, നല്ല ഫുഡ് വെച്ചാൽ അടിച്ച് വാരി കഴിക്കണം എന്നല്ല, ഫുഡ് സ്കിപ്പാവാതെ കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് മസ്റ്റാണ്. പിന്നെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക. മിനിമം ഒരു വീക്കിൽ 4 to 5 days എങ്കിലും. അതിന് കൂടുതൽ ചെയ്താൽ 6 days ചെയ്താലും കുഴപ്പമില്ല, 7 days ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ മിനിമം 4 to 5 days എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റും എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നിങ്ങളതുപോലെ ചെയ്തു പോവുക. ഇടയ്ക്കിടയ്ക്ക് വർക്കൗട്ട് കാണാത്ത ദിവസങ്ങൾ ഞാൻ റിക്കവറിക്ക് വേണ്ടി റെസ്റ്റ് എടുക്കുന്നതാണ്. ഇന്നലെ ഞാൻ റെസ്റ്റ് എടുത്തതല്ല, ഡേ 5 ശരിക്കും പറഞ്ഞാൽ ഇന്നലെയായിരുന്നു. പക്ഷേ വീഡിയോ ഞാൻ പോസ്റ്റ് ആയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് മൊബൈലങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ പോസ്റ്റ് ആയില്ല. അങ്ങനെയാണ് പറ്റിയത്. ഓക്കെ, അപ്പം നിങ്ങളും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് മറക്കരുത്. റെഗുലറായിട്ട് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഗൈസ് പറയാനുള്ളത്? പിന്നെ ഇതിൻ്റെ വർക്കൗട്ട് വീഡിയോയിൽ പറയാനുള്ളതല്ല, എന്നാലും പെട്ടെന്ന് പറയാം. നമ്മുടെ മിലിയുടെ ഗ്രൂമിങ്, അതായത് ക്യാറ്റ് ഗ്രൂമിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് ഓൾമോസ്റ്റ് ലാസ്റ്റാണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം ഇട്ട് കഴിഞ്ഞു. അപ്പം ഇനി ലാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ മിലിയെ കുളിപ്പിക്കുന്നത്, ബാക്കിയെല്ലാം ചെയ്തു. നമ്മൾ മിലിയുടെ ഹെയർ ബ്രഷിങ്, പിന്നെ നെയിൽ കട്ടിങ്, ഇയർ വാക്സ് ക്ലീനിങ്, പിന്നെ മറ്റേ ടിയർ സ്റ്റെയിൻ ക്ലീനിങ് എല്ലാം ഇട്ടായിരുന്നു. ആകെപ്പാടെ ഇനി ബാക്കി ഉണ്ടായിരുന്നത് കുളിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഇട്ടില്ല ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അവളെ കുളിപ്പിച്ചു. അപ്പോൾ ഞാനല്ല, സെറിയാണ് കുളിപ്പിച്ചത്. അവൾ കുറച്ച് പ്രശ്നമായിരുന്നു കുളിപ്പിച്ചപ്പം. പക്ഷേ കുഴപ്പമില്ല, സെറിയാണ് പെട്ടെന്ന് കുളിപ്പിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് കുളിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുളിപ്പിക്കുക. പക്ഷേ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകില്ല ഗൈസ്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ പൂച്ചയെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകരുത്, കുളിപ്പിക്കുക. ഇനി എപ്പോഴെങ്കിലും ഞാൻ കുളിപ്പിക്കുമെങ്കിൽ ഞാൻ അടുത്ത മാസം കുളിപ്പിക്കൂ. മാസത്തിൽ ഒരിക്കൽ കുളിപ്പിക്കാവൂ ഗൈസ് പൂച്ചയെ. ദിവസമോ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ ഒന്ന് കുളിപ്പിച്ച് കളയില്ല, ചത്തുവും. ഇറ്റ് വിൽ ഡൈ. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ കുളിപ്പിക്കാവൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ കുളിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോ ഉറപ്പായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാം. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. എന്തൊക്കെ സംഭവിച്ചാലും പെറ്റ്സിനോട്
ഇഷ്ടമുള്ളവരോട് ഞാൻ പറയുന്നത് ഗ്രൂമിങ്ങിന് വെളിയിൽ കൊണ്ടുപോകരുത്, അനുഭവത്തിൻ്റെ കീഴിൽ നിന്ന് പറയാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഡേ 6 വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു, സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഡേ 7 കാണാം. ഓക്കെ, so thank you for being with us, thank you for watching, thank you for working out with me guys. But continue working out, stay healthy, stay fit. Bye bye, good night.